ലൈൻ എടുക്കാൻ പാടില്ലല്ലോ. അതും കൂടി കണ്ട രണ്ടാളും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ട്, KSMൻ്റെ ഭാഗത്ത് ഞാൻ വീഴ്ചയില്ല എന്നൊന്നും പറയുന്നില്ല. അത് 4000 സ്കൂളുകളുള്ളതിൽ അവിടെ ഒന്നും സംഭവിച്ചില്ല, ഇവിടെ മാത്രം ഇങ്ങനെ ഉണ്ടായെന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയ്ക്ക് ഉത്തരവാദിയായവരെ കഷ്ടമായ നടപടി സ്വീകരിച്ച് നിയമത്തിന് മുന്നിൽ കൊടുക്കും. ഇവിടെ സുരക്ഷാ വീഴ്ച ഒന്നുമില്ല. ഉണ്ടെങ്കിൽ ആ സുരക്ഷാ കമ്മിറ്റിയിലാണ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു റിപ്പോർട്ടിങ് ഇതേവരെ വന്നിട്ടില്ല. വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി ആവശ്യമായി മുമ്പോട്ടേക്ക് പോകാൻ വേണം. അതിന് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. പാർട്ടി ഭരിച്ചാലും പാർട്ടി ഭരിച്ചില്ല, പാർട്ടിക്ക് ഭരിക്കാനുള്ള സ്കൂളൊന്നുമില്ല ഇവിടെ. നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. കൊല്ലത്തെ ആ വിദ്യാലയത്തിൽ കൂട്ടുകാരൻ്റെ ചെരുപ്പെടുക്കാൻ മുകളിലേക്ക് കയറിയ 13 വയസ്സായ കുട്ടി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ നടുങ്ങി നിൽക്കുകയാണ് മലയാളം ഒന്നാകെ. അതൊരു സാധാരണ ദുരന്തം എന്നതിനേക്കാൾ അപ്പുറം അതിനകത്ത് നമ്മുടെ സംവിധാനങ്ങൾ എന്തുമാത്രം കുറ്റകരമായ അനാസ്ഥ വെച്ചു പുലർത്തി എന്ന ചോദ്യത്തിലേക്ക് കൂടി ഇപ്പോൾ കാര്യങ്ങളെ വിരൽ ചൂണ്ടുന്നുണ്ട്. KSEBയും അല്ലെങ്കിൽ പഞ്ചായത്തും അതിനപ്പുറം സ്കൂൾ മാനേജ്മെൻറ്റുമെല്ലാം ഇതിനകത്ത് വരുത്തിയ വീഴ്ച എന്താണ് എന്ന വളരെ ഗൗരവമുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നു. അതിന് ശരിയാവണ്ണമുള്ള തൃപ്തികരമായ മറുപടി പറയാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞോ? ഇത്ര താഴ്ന്നു കിടക്കുന്ന, അപകടകരമായി കിടക്കുന്ന ഒരു വൈദ്യുതി കമ്പി എങ്ങനെ അവിടെ ഉണ്ടായി? വൈദ്യുതി കമ്പിക്ക് തൊട്ടു താഴെ സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കരണ്ട് പ്രസരിപ്പിക്കാൻ കഴിയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സൈക്കിൾ ഷെഡ് എങ്ങനെ പണിതു? അതവിടെ ഉണ്ടായിട്ടും എങ്ങനെ അവർക്ക് പെർമിറ്റ് കിട്ടി? അത് പരിശോധിക്കാനും അതിൻ്റെ ഫിറ്റ്നസ് ഉറപ്പാക്കാനും സുരക്ഷാ മാനദണ്ഡ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയ്ക്കെതിരെ നടപടി സ്വീകരിക്കാനോ പൊളിച്ചു മാറ്റാനോ എന്തുകൊണ്ട് KSEB തയ്യാറായില്ല? പഞ്ചായത്തും സ്കൂൾ മാനേജ്മെൻറ്റും എല്ലാം ഇക്കാര്യത്തിൽ ഒരേപോലെ ഉത്തരവാദികളാണ്. 13 വയസ്സുള്ള ഒരു കുട്ടി, വീടിൻ്റെ പ്രതീക്ഷയായിരുന്ന ഒരാൾ, രാവിലെ സ്കൂളിലേക്ക് പോയി വൈകുന്നേരം തിരികെ വരുന്നത് മരണ പുതപ്പ് പുതച്ചുകൊണ്ടാണ്. ഇതിന് സങ്കടം എന്നതിനേക്കാൾ അപ്പുറം ഉത്തരവാദിത്തം പറയേണ്ട, ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഭരണകൂട ബാധ്യത എന്തുമാത്രം ഇവിടെ നിറവേറ്റപ്പെടുന്നു? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇടതു സഹയാത്രികൻ, ഷനിൽ ബോസ്, കോൺഗ്രസ് നേതാവ്, CPM സയ്യിദ് പാലത്തറയിൽ, മൈനാഗപ്പള്ളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എന്നിവരാണ് ഉള്ളത്. ആദ്യം PM സയ്യിദ്, ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം അങ്ങേയറ്റം വേദനാജനകവും നിർഭാഗ്യകരവുമാണ്. ഈ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയരുത്, രാഷ്ട്രീയം പറയരുത്, കുറ്റം പറയരുത് എന്നൊക്കെ ആളുകൾ ഭംഗിവാക്ക് പറയും. പക്ഷേ ആ ഘട്ടം കഴിഞ്ഞില്ലേ വേദനയുടെ? അതിനപ്പുറം 13കാരനായ കുട്ടിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള സാധ്യതയെ തടസ്സപ്പെടുത്തിയ അനാസ്ഥ ആരുടേതാണ് എന്ന് നാം ഉച്ചത്തിൽ ചോദിക്കേണ്ട ഒരു സമയമാണല്ലോ. താങ്കൾ അതിൽ കാണുന്നത് എന്താണ്? ഞാനതിനകത്ത് കാണുന്ന ഒരു പ്രധാനമായ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഏറ്റവും വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിഥുൻ എന്ന് പറയുന്ന ഒരു കുട്ടി വളരെ ദാരുണമായി മരണപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഒരുങ്ങി വളരെ ഇതായിട്ട് ചെന്നു, സ്കൂളിൻ്റെ തന്നെ ബസ് ചെല്ലുന്നു, വിളന്തറയിൽ നിന്ന് അദ്ദേഹത്തെ കയറ്റുന്നു, ആ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ സ്കൂളിൽ ഈ ബസ് വന്നിറങ്ങി കുട്ടികളെ ഇറക്കിയതിന് ശേഷം ആ സ്കൂളിൽ ഇതിന് ഒരു ഉത്തരവാദിത്തപ്പെട്ടവരും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകില്ല. മറ്റൊന്ന്, സ്കൂളിനോട് ചേർന്ന് ഒരു വാഹനം വെക്കുന്നതിന് വേണ്ടി ഒരു ഷെഡ് നിർമ്മിച്ചിരിക്കുന്നു. ഈ ഷെഡ് ഇന്ന് എല്ലാ സോഷ്യൽ മീഡിയകളും കണ്ടതാണ്. ഒരുപക്ഷെ ഞങ്ങളും അത് കാണുന്നത് ഇന്നാകാം എന്ന് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ തെറ്റാകാം, ആ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് ആ ഷെഡിൽ നിന്ന് റോഡിൽ നിന്ന് പോകുന്ന പോസ്റ്റ് അടുത്ത പോസ്റ്റിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ദൂരം എത്രയാണ് എന്ന് നാം മനസ്സിലാക്കണം. സ്വാഭാവികമായി ഇലക്ട്രിസിറ്റിയുടെ ഒരു ലൈൻ കൊടുക്കാനുള്ള ദൂരപരിധി എത്രയാണ്? ഒരു പോസ്റ്റിൽ നിന്ന് മറ്റൊരു പോസ്റ്റിലേക്ക് പോകേണ്ടത് എത്ര ദൂരമാണ്? പരമാവധി 35 അല്ലെങ്കിൽ 38 മീറ്ററിനകത്ത് പോസ്റ്റ് സ്ഥാപിക്കേണ്ടതാണ്. അവിടെ യാതൊരുവിധ പോസ്റ്റുമില്ല. ഒരു പോസ്റ്റിൽ നിന്ന് മറ്റൊരു പോസ്റ്റിലേക്ക് പോകുന്ന ലൈനിലേക്ക് വളരെ ഊഞ്ഞാല് പോലെ താഴേക്ക് തട്ടി നിൽക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ 2 പോസ്റ്റുകൾ അല്പം ചാഞ്ഞാൽ ഈ കമ്പി വന്ന് പതിക്കുന്നത് ഈ ഷെഡിലായിരിക്കാം. 100 കണക്കിന് വിദ്യാർത്ഥികളുടെ ഷെഡിലേക്ക് താന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സൈക്കിൾ വെച്ചിട്ടുള്ള പിഞ്ചോമനകളുടെ അവസ്ഥ എന്താകുമെന്ന് സ്വാഭാവികമായി ചിന്തിക്കാം.
സ്വാഭാവികമായി ഈ സ്കൂളിൻ്റെ ഒരു പൊതുസ്ഥിതി എന്ന് പറഞ്ഞാൽ പൊതുവേ ആരും അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിൻ്റെ പഠനം നടക്കുന്ന അന്നാണ്. അവിടെ അന്നത്തെ പ്രാദേശികമായ ജനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്ത് പൊതുജനങ്ങളുടെ സമ്മതാർത്ഥം തെരഞ്ഞെടുപ്പ് നടത്തി പോകണം എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ആർക്കും മറ്റൊരാളിനകത്ത് കടന്ന് എല്ലാവരും മെമ്പർഷിപ്പ് കൊടുക്കാനൊന്നും ആ സ്കൂളിന് അധികാരമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വം കൊടുത്ത് കൊണ്ടുപോകുന്ന ഒരു സ്കൂളാണത്. ആ സ്കൂളിൻ്റെ അവസ്ഥയെക്കുറിച്ചോ ഞാൻ പ്രദാനം ചെയ്തത് പൈനാപ്പിളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് ആയിരുന്നു. എനിക്ക് ചില പരിപാടികളിലൊക്കെ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞുവെങ്കിലും പക്ഷേ അവിടുത്തെ സ്വാഭാവികമായി കഴിഞ്ഞ 5 വർഷക്കാലമായി മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാരായിട്ടുള്ള ആർക്കെങ്കിലും ഒരു പരിപാടിയിലേക്ക് അവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ക്ഷണിക്കാറില്ല, അവിടെ പങ്കെടുക്കാറില്ല. അവിടെ തീരുമാനമെടുക്കുന്നതും അവിടെ നടക്കുന്നതാണ്. അവിടുത്തെ പ്രദേശത്തിന് ചുമതല കൊടുത്തൊരു സ്കൂള് ഇന്ന് എവിടുന്നൊക്കെയോ ഉള്ള അധ്യാപകരെയാണ് അവർ കയറ്റുന്നത്. പണത്തിന് വേണ്ടി എല്ലാവരെയും കയറ്റുന്നു. ആ സ്കൂളിൽ നിന്ന് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ട് വളരെ നിരുത്തരവാദപരമായി മുന്നോട്ട് പോകുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിന് സ്കൂളിന് ഒരേ പങ്കാടുള്ളത്. പഞ്ചായത്തിൻ്റെ ഒരുപക്ഷെ അവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നുള്ളത് കെട്ടിടത്തിന് മാത്രമാണ്. കെട്ടിടത്തിൻ്റെ ഫ്രണ്ട് വശത്തെ കമാനം ഇന്ന് എല്ലാവരും കണ്ടതാണ്. ഇന്ന് ഒരുപാട് ഉപരോധങ്ങൾ അവിടെ നടന്നു. ആ കമാനത്തിനകത്തേക്ക് കയറിയാൽ ഒരു പക്ഷേ ഫിറ്റ്നസ് കൊടുക്കാൻ കയറുന്ന എത്രയോ കെട്ടിടങ്ങൾ അവിടെയുണ്ട്. ബോയ്സും ഗേൾസുമായിട്ട് നിരവധി കെട്ടിടങ്ങളുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ ബാക്കിലേക്ക് വയലേഷൻ ഉണ്ടോ എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. പുറകോട്ട് സ്ഥലം കിടക്കുകയാണ്. അപ്പോൾ ഈ സ്കൂളിനോട് ചേർന്ന് ഒരു ബിൽഡിംഗ് അല്ലാത്ത തരത്തിൽ ഒരു ഷെഡ് ഇലക്ട്രിക് കമ്പിയോട് ചേർത്ത് താഴെ നിർമ്മിച്ചു എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ അനുമതിയോ പഞ്ചായത്തിൻ്റെ യാതൊരു അനുമതിയോ അവർ വാങ്ങിയിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള നിർമ്മിതി നടത്തിയിട്ട് ഒരുപക്ഷെ ഈ കമ്പി ഏതെങ്കിലും തരത്തിൽ കാറ്റടിച്ച് താൻ ആ ഷീറ്റെ തട്ടിയിരുന്നുവെങ്കിൽ 100 കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വളരെ വിഷമകരമായൊരു സംഭവമാണ് അവിടെ. ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആ സ്കൂൾ മാനേജ്മെൻറ്റിനും അവിടുത്തെ അതുപോലെ തന്നെ KSEBക്കുമാണ്. KSEBയുടെ പൊതു സ്വഭാവം എന്താ? അവർക്ക് സ്ഥാപനമെന്നോ വിദ്യാലയമെന്നോ ഒന്നും നോക്കാറില്ല. ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം വളരെ അടിവരയിട്ട് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതാ, സ്കൂൾ കാമ്പൗണ്ടിനകത്തുകൂടി ഒരു കാരണവശാലും ഇലക്ട്രിക് ലൈൻ കടന്നു പോകാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താ, ഈ സ്കൂളിൽ അത് മാനദണ്ഡമല്ലേ? ഈ സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കാണാൻ കഴിഞ്ഞില്ലേ? എത്രയോ ഫീവൽസമാണ് ആ കാണിച്ചിരിക്കുന്നത്. ഒരു രാവിലെ സ്കൂളിലേക്ക് ഒരുക്കിക്കൊണ്ടുവന്ന കുട്ടിയുടെ ചേതനയേറ്റ ശരീരമാണ് കൊണ്ടുപോകുന്നത്. ഇനി അതിൻ്റെ തള്ള വരുന്നത് കാത്തിരിക്കുകയാണ്. വീടിൻ്റെ പ്രായത്തിനനുസരിച്ച് കൽപ്പണിക്കാരനായ ഒരാളിൻ്റെ മകനാണ്. ആ കുട്ടിയുടെ ചേതനയേറ്റ ശരീരത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഓരോ വീട്ടിലും അണുകുടുംബമുള്ള വീടുകളാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ അടിവരയിട്ട് പറയുന്നു, സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെയും KSEBക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണം. അവർക്കെതിരെ ആ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിന് സമാധാനം പറയാൻ ബാധ്യതയുണ്ട്. അവിടെ മറ്റാർക്കും മെമ്പർഷിപ്പ് കൊടുക്കില്ല. ആ സ്കൂളിൽ അവർ തീരുമാനിക്കുന്നവർക്ക് മാത്രമേ മെമ്പർഷിപ്പ് കൊടുക്കൂ. അതുകൊണ്ട് ആ സ്കൂളിന്റെ ഭരണം ആരുടെ കയ്യിലാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇത് താങ്കൾ പറയുന്നത്, അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ നിയമലംഘനം, ചട്ടലംഘനം, സുരക്ഷാ മാനദണ്ഡ ലംഘനം എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ആ സ്കൂളിൽ ഉണ്ടായിരുന്നു. ഇതുപോലെ ഊഞ്ഞാല് പോലെ കിടക്കുന്ന വൈദ്യുതി കമ്പി, അകലം പാലിക്കാത്ത പോസ്റ്റുകൾ, അതിന് തൊട്ടു താഴെയുള്ള ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച സൈക്കിൾ ഷെഡ്, ഇവയൊന്നും ഒറ്റ നോട്ടത്തിൽ ആർക്കും അനുവദിക്കാൻ കഴിയാത്തതാണ്. പക്ഷേ അത് താങ്കൾ പറയുന്നത് പോലെ ഭരണകൂട ബന്ധുക്കളായ ആളുകളുടെ സ്ഥാപനമാണ്, അവരുടെ മാനേജ്മെൻറ്റാണ്. അതുകൊണ്ട് ഒരു പരിശോധനയും അവിടെ ചെന്നില്ല, ഒരു മാനദണ്ഡവും അവർ പാലിച്ചില്ല, അവർക്കൊന്നിനെയും ഭയപ്പെടേണ്ടി വന്നില്ല. അതിന് ഒരു കുഞ്ഞിൻ്റെ ജീവൻ അവസാനം ബലി കൊടുക്കേണ്ടി വന്നു എന്നാണോ? അതെ, ഒരു കുഞ്ഞിൻ്റെ ജീവൻ അതിന് വേണ്ടി ബലി കൊടുക്കേണ്ടി വന്നു. ഇന്നിപ്പോൾ വൈകുന്നേരത്ത് MLA രാവിലെ മുതൽ അദ്ദേഹം സ്ഥലത്തില്ല. അദ്ദേഹം വൈകിട്ട് വന്നിട്ട് പറഞ്ഞെന്താ? അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ വാക്കേ പറയുന്നത്, സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ആരുടെ, കുട്ടിയുടെ ഭാഗത്താണോ വീഴ്ച ഉണ്ടായത്? സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയില്ലെങ്കിൽ പിന്നെ ആരെയാണ് അവിടെ ചെയ്തത്? അവിടെ ഇത്രയും ദൂരത്തിൽ ഒരു വീട്ടുകാരനൊരു കൈവേർ കൊടുക്കണമെങ്കിൽ 35 മീറ്ററിലധികം ഉണ്ടെങ്കിൽ കൈവേർ കൊടുക്കാത്ത KSEB എന്തിനാണ് ആലാത്ത് പോലെ ഇത്രയും നീളത്തിലൊരു 100 കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ ഊഞ്ഞാല് പോലെ ഒരു ഇലക്ട്രിക് കമ്പി ഇട്ടിരിക്കുന്നത്? നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അവിടെ വരുന്ന ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ മുഴുവൻ മീഡിയകളും അവിടെ ഉണ്ടായിരുന്നു. നേരിട്ട് കണ്ടവരാണ് അവർ. എത്ര വിരോധാഭാസമാണ് ആ കാണിച്ചത്. നിരുത്തരവാദപരമായ പ്രവർത്തനം മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. ആ സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ KSEBയുടെ ഭാഗത്തുനിന്നും ഉണ്ടായ വീഴ്ച. KSEBയുടെ പൊതു സ്വഭാവം എന്താ? ഏത് വിഷയം വന്നാലും KSEBക്ക് പണം വേണം. ഏത് പ്രവൃത്തി വന്നാലും അവർക്ക് പണം അടയ്ക്കണം. പണം അടയ്ക്കാത്ത ഒരു പ്രവൃത്തിയും അവർ ചെയ്യാറില്ല. അവർക്ക് വിദ്യാലയമെന്നോ മറ്റൊന്നുമില്ല. നമ്മൾ നാട്ടിലെ ഏറ്റവും കൂടുതൽ സമ്പത്ത് ചെലവഴിക്കുന്ന എവിടെ? വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും. ഇത് രണ്ടും എന്താ നമ്മൾ കാണുന്നത്? ഇത് രണ്ട് സേവന മേഖലയാണ്. ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന, കുട്ടികൾക്ക് പ്രയോജനം ചെയ്യുന്ന
മേഖലയാണ്. പക്ഷെ ആ മേഖലയോടൊന്നും KSEBയെ സംബന്ധിച്ച് ഒരു വിട്ടുവീഴ്ചയുമില്ല. ശരി, KSEBയുടെ നിരുത്തരവാദ സമീപനം കൂടി അതിനകത്തുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് അനിൽ ബോസ് കോൺഗ്രസ് നേതാവിനോടൊപ്പം. അനിൽ ബോസ്, ഇന്നിപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതിലൊരു അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ കർക്കശമായ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വൈദ്യുതി മന്ത്രിയും അതിന് നടപടിക്കിളവൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയും അവർക്കുള്ള ധനസഹായം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. സർക്കാരിന് എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഇതിലുള്ളതായി നിങ്ങൾ സംശയിക്കുന്നുണ്ടോ, ആക്ഷേപിക്കുന്നുണ്ടോ? അല്ല, ഇതിൻ്റെ അകത്ത് നിഷാദെ ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ ഇരുന്നു കൊണ്ട് ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള നിലയിൽ സംസാരിക്കേണ്ട ഒരു വിഷയമായിട്ട് ഞാൻ ഇതിനെ വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രാഷ്ട്രീയമൊക്കെ നമുക്കുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പറയും, പറയാതിരിക്കുകയുമില്ല. പക്ഷേ എനിക്ക് മക്കളുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 13 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ മരണം, ആ വാർത്ത വളരെ സങ്കടത്തോടും വളരെ വിഷമത്തോടും കൂടിയാണ് ഞാൻ കേട്ടത്. ആ പിതാവിൻ്റെ പിന്നെ പതറിയുള്ള പ്രതികരണം വരെ ഞാൻ കണ്ടതാണ്. സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത്തരമൊരു വിഷയത്തിൽ ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോക്കിയ വിളിക്കുന്ന ഒരു കാര്യത്തിനൊന്നും ഞാനില്ല. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, ഇതിനു മുമ്പ് ക്ലാസ് റൂമിൽ പാമ്പ് കടിയേറ്റൊരു കുട്ടി മരിച്ചു. അന്ന് പറഞ്ഞു അന്വേഷിക്കും. ആരന്വേഷിച്ചു? ആർക്കെതിരെ നടപടി സ്വീകരിച്ചു? എന്താണ് അന്വേഷണം? എന്താണ് ഇതിൻ്റെയൊക്കെ മാനദണ്ഡം? എന്താണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവാദിത്വം? ഇപ്പോൾ ഇവിടെ എനിക്ക് വേണമെങ്കിൽ അത് CPMൻ്റെ മാനേജ്മെൻറ്റാണ് എന്നൊക്കെ പറയാം. അതൊക്കെ വേറെ കാര്യങ്ങൾ, അതിലേക്കൊക്കെ പുറകെ വരാവുന്ന കാര്യങ്ങൾ. പക്ഷെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു സ്കൂളിൽ ഇപ്പോൾ ഈ കരുനാഗപ്പള്ളി പ്രദേശത്ത് ശ്രീബുത്ത എന്ന് പറയുന്ന ഒരു സ്കൂളുണ്ട്, ശ്രീബുത്ത സ്കൂള്. ആ സ്കൂളിൽ ഇലക്ട്രിക്കൽ വർക്ക്, അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി നടക്കുന്ന സന്ദർഭത്തിൽ ഒരു കുട്ടി ഓടിക്കയറി കറണ്ടടിച്ച് മരിച്ചിട്ട് പണി ചെയ്തവർ പോലും പിന്നീടാണ് അറിഞ്ഞത്. ഇതിനൊക്കെ ഒരു എന്താ പറയുക, സംവിധാനമില്ലേ? നമ്മളൊരു റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ചെറിയ കട്ടറുണ്ടെങ്കിൽ, പലയിടത്തും കണക്കാണ്, മൊത്തം ഇടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് വേറെ മാറ്ററാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു റെഡ് ബോർഡ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എത്ര തിരക്കിൽ പോയാലും ഒന്ന് വണ്ടി ഔട്ടിയല്ലേ പോകും. നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോഴാകട്ടെ, അപകട സാധ്യതയുള്ള പ്രദേശമാകട്ടെ, അവിടെ പ്രവേശിക്കരുത് എന്ന് പറയുന്ന സൈൻ ബോർഡുകൾ വെക്കാറില്ലേ? മാത്രമല്ല, ഒരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ വളരെ കൃത്യമായി അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ, കെട്ടിടത്തിൻ്റെ സുരക്ഷ, കുട്ടികൾ ക്ലാസ്സിലുണ്ടോ, ഒരു അധ്യാപകൻ്റെ ജോലി അത് നിലനിൽക്കാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടി ക്ലാസ്സിൽ വേണ്ട മിനിമം കുട്ടികളുടെ എണ്ണം എടുക്കാൻ വരുമല്ലോ AEOയും മറ്റാളുകളുമൊക്കെ വരില്ലേ? വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഡയറക്ടർമാരും ഒക്കെ വരുമല്ലോ പല സ്കൂളുകളിലും. അങ്ങനെ വരുന്നതിനൊക്കെ ഇവിടെ സംവിധാനമില്ല. അപ്പോൾ ഒരു സ്കൂള് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ മോണിറ്ററൈസ് ചെയ്യേണ്ട ആളുകൾ വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ഒരാൾ മരിക്കുമ്പോൾ, ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന ഈ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വന്നിരുന്നു കൊണ്ടല്ല ഇതിനെക്കുറിച്ച് പഠിക്കുമെന്ന് പറയേണ്ടത്. ഈ വിദ്യാഭ്യാസ വകുപ്പും ഈ പറയുന്ന ഇലക്ട്രിസിറ്റി ബോർഡും സ്കൂൾ മാനേജ്മെൻറ്റും ഇന്നലെ പെയ്ത മഴയ്ക്കുണ്ടായതൊന്നും അല്ലല്ലോ. ആണോ? ഇന്നലെ പെയ്ത മഴയ്ക്കുണ്ടായതാണോ നിഷാദേ? നമുക്ക് സാമാന്യ യുക്തി വേണ്ടേ? ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ വരികയാണ്, ഞങ്ങൾ അന്വേഷിക്കട്ടെ, റിപ്പോർട്ട് തരട്ടെ, ഞങ്ങൾ നടപടി സ്വീകരിക്കും. എന്ത് നടപടി? എന്ത് മാങ്ങാത്തൊലി സ്വീകരിക്കുന്ന ഇവർ പറയുന്നത്? എന്ത് മാങ്ങാത്തൊലി സ്വീകരിക്കുക പറയുന്നത്? നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിനാണ്. പാവപ്പെട്ട മേശരിപ്പണിക്കാരനായ നിത്യജീവിതത്തിന് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് ആ പുതുനാമ്പ് മിഥുൻ. മനസ്സിലായില്ലേ? എന്നിട്ട് ഇവർ വന്നിട്ട് പറയാണ് അന്വേഷിക്കും, റിപ്പോർട്ട് വരട്ടെ, മാനേജ്മെൻറ്റിന് കുഴപ്പമില്ലെന്ന് പറയുന്ന ഒരു വിദ്വാൻ, അവിടുത്തെ MLA. ഇവരൊക്കെ ആരുടെ കൂടെയാണ്? ആരുടെ പക്ഷത്താണ്? ഇവരുടെ മനസ്സെവിടെയാണ്? നമുക്ക് രാഷ്ട്രീയമൊക്കെ വേണമെന്നേ, കോൺഗ്രസും മാർക്സിസ്റ്റും BJP ഒക്കെ ആയിക്കോട്ടെ. പക്ഷെ ഒരു കുഞ്ഞ് മരിക്കുന്നിടത്ത് ആ കുടുംബത്തോടൊപ്പം നിൽക്കാൻ, ആ വിഷമത്തിൽ പോലും രാഷ്ട്രീയം നോക്കി ന്യായീകരിക്കാൻ പോകാമെന്ന് പറയുന്നത് ഒരു MLA ചെയ്യേണ്ട പണിയാണോ? ആണോ? എനിക്ക് ഈ സ്കൂളിൻ്റെ പശ്ചാത്തലം അറിയാം. അവിടെ CP കരുണാകരപിള്ള എന്ന് പറയുന്ന CPMൻ്റെ തലമുതിർന്ന നേതാവിൻ്റെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്കൂളായിരുന്നു ഇത്. അദ്ദേഹം ആ പാർട്ടിയുടെ വലിയ നേതാവായിരുന്നു. ആ പാർട്ടിയോടുള്ള അഭിനിവേശം മൂത്ത് പാർട്ടിക്ക് എഴുതി കൊടുത്ത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഇതൊന്നും അറിയാത്ത ആളുകളല്ല ഞങ്ങളാരും. അവിടെ ഒരു പരിശോധനയില്ല. കാരണം പരിശോധിക്കാൻ ആരും ചെല്ലത്തില്ല. കാരണം CPM അല്ലേ. CPM എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ആരും അന്വേഷിക്കാൻ പാടില്ലല്ലോ. അവിടെ ആരും പരിശോധിക്കാൻ പാടില്ല. കുട്ടികളുണ്ടോ, അവിടെ കറണ്ട് ഇലക്ട്രിക് ലൈൻ താന്ന് കിടക്കുകയാണോ, ആ കെട്ടിടം തകർന്നോ. ഇനി ഇവിടെ ഇപ്പോൾ മൈനാഗപ്പള്ളിയിലെ ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ, അവിടെ പ്രവർത്തിക്കുന്ന പൊതുരംഗത്ത് നിൽക്കുന്ന ആൾ പറഞ്ഞു കേട്ടില്ലേ, അവിടെ കയ്യേറ്റത്തെക്കുറിച്ച് വരെ പറയുകയാണ്. മനസ്സിലായില്ലേ? ഇതൊന്നും ആര് ചോദിക്കാനാന്നേ? ഇതാര് ചോദിക്കാനാ? കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു രോഗി, പാവപ്പെട്ട ഒരു വീട്ടമ്മ ബിന്ദു എന്ന് പറയുന്ന ആ പാവപ്പെട്ട ഒരമ്മ
കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കുന്ന ദിവസം ഏതെങ്കിലും ഒരു ജനപ്രതിനിധി അല്പം പ്രതിബദ്ധത ഉണ്ടെങ്കിൽ വിദേശത്തേക്ക് പോകുമോ നിഷാദേ? പോകുമോ? കേവലം മനസാക്ഷി ഉണ്ടെങ്കിൽ പോകുമോ? ചാകാൻ കിടക്കുവാണെന്ന് പറഞ്ഞാൽ പോകുമോ? കണ്ണിൽ ചോരയില്ലാത്തവന്മാർക്കല്ലേ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയൂ? കണ്ണിൽ ചോരയില്ലാത്തവന്മാർക്ക്. അപ്പം നമുക്ക് പാമ്പ് കടിയേറ്റ് മരിച്ചാലും കെട്ടിടം തകർന്ന് വീണ് മരിച്ചാലും ഇപ്പം കറണ്ട് അടിച്ച് മരിച്ചാലും ഉടനെ വരികയാണ്. മന്ത്രിമാരുടെ സ്ഥിരം പ്രസ്താവനയാണ്, ഞങ്ങൾ പഠിക്കും, ഞങ്ങൾ റിപ്പോർട്ട് വരും, റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കാർക്കശ്യമുള്ള നടപടികൾ സ്വീകരിക്കും. എന്ത് മണ്ണാങ്കട്ട നടപടിയാ? പോയത് പോയി. 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന നമ്മളാണെങ്കിലും ചർച്ച ചെയ്യുമോ? ശരി, സർക്കാരിന്റെ നടപടികളിലെ ആത്മാർത്ഥതയില്ലായ്മ ആരോപിക്കുകയാണ് ഒരു സെക്കൻഡ് അനിൽ ബോസ്. ഒരു സെക്കൻഡ് നിഷാദേ, സർക്കാരിന് സർക്കാരിന് കൃത്യമായ മാനുവലില്ലേ? സേഫ്റ്റി പ്രിക്കോഷൻ ഏതൊക്കെ രീതിയിൽ എടുക്കണമെന്നില്ലേ? ഒരു സ്കൂളിൻ്റെ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞില്ല. ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് സ്ഥാപിക്കുന്നതിനെ കുറിച്ച് എനിക്ക് മുമ്പ് ചർച്ചയിൽ പങ്കെടുത്ത സ്നേഹിതൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്തരം എല്ലാ പരിശോധനകളും നടത്തി എല്ലാ ഫിറ്റ്നസും നോക്കി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കാലത്ത് നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ട് അതൊന്നും ചെയ്യാതിരുന്നിട്ട് മന്ത്രി പുങ്കവന്മാർ വന്നിട്ട് പറയാണ് ഞങ്ങൾ റിപ്പോർട്ട് വന്നിട്ട് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ആർക്കിട്ട് എന്ത്? സർക്കാരിന് ആത്മാർത്ഥമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല എന്നാണ് അനിൽ ബോസ് പറഞ്ഞ കാര്യം. ശ്രീ BN ഹസ്കർ, ഇവിടെ ഇത് ഒരു നിർഭാഗ്യകരമായ സ്കൂൾ മാനേജ്മെന്റിനുമില്ല, ഇലക്ട്രിസിറ്റി ബോർഡിനുമില്ല. ശരി ശ്രീ ഹസ്കർ, ഇവിടെ ഇതൊരു നിർഭാഗ്യകരമായ സംഭവമായിരിക്കും തന്നെ അതിന് ഉത്തരവാദികളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. കാരണം ഇത്തരം സംഗതികൾ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ കൃത്യമായിട്ടുള്ള സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ, ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊരു സ്കൂൾ കോമ്പൗണ്ടിനകത്തുകൂടി ഈ വൈദ്യുതി ലൈൻ പോവുക, അതിന് തൊട്ടു താഴെ ഇരുമ്പ് ഷീറ്റ് കൊണ്ട് ഒരു സൈക്കിൾ ഷെഡ് ഉണ്ടാക്കുക എന്നത് എല്ലാ അർത്ഥത്തിലും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾക്കെതിരായിട്ടുള്ള കാര്യമാണ്. KSEBയുടെ ചട്ടം പറയുന്നതും അതുതന്നെയാണ്. എന്നാൽ അത് ഈ സ്കൂളിൽ നടക്കുന്നു. അതിൻ്റെ ഭാഗമായി ഒരു കുട്ടി അതിൽ വീണ് മരിക്കുന്നു. എന്നിട്ടും മാനേജ്മെൻറ്റിന് പ്രശ്നമൊന്നുമില്ല എന്ന മട്ട് മന്ത്രിയൊക്കെ ആദ്യം പ്രതികരിക്കുന്നത് ഹെഡ് മാസ്റ്റർക്കെതിരെയോ മറ്റുമാണ്. MLA പ്രതികരിക്കുന്നത് സ്കൂൾ മാനേജ്മെൻറ്റിനെ സംരക്ഷിച്ചുകൊണ്ടാണ്. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ നിയമലംഘനത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമുള്ള ഒരു കേസിൽ അനാവശ്യമായൊരു തിടുക്കം ആരെയോ സംരക്ഷിക്കാൻ സർക്കാരിൻ്റെ ആളുകൾ കാണിക്കുന്നു എന്നുണ്ടോ ശ്രീ ഹസ്കർ? നിഷാദ്, ഇതിൽ അത്തരത്തിലല്ല കണ്ടത്. വളരെ നിർഭാഗ്യകരവും വേദനാജനകവുമായിട്ടുള്ള ഒരു സംഭവവികാസമാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂൾസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ സംഭവിച്ചിട്ടുള്ള ചില അനാസ്ഥകൾ ഇക്കാര്യത്തിലുണ്ട്. അത് തുറന്നു സമ്മതിച്ച് തന്നെ വേണം സർക്കാരും അതുപോലെ ജനപ്രതിനിധികളും ആ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്ത് വേണം പെരുമാറേണ്ടത് എന്ന അഭിപ്രായം തന്നെയാണുള്ളത്. ഇവിടെ ആ പ്രദേശത്ത് വളരെ നിർധനരായിട്ടുള്ള ആളുകൾ താമസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ആ പ്രദേശത്ത് ആ നിർധനരായ ആളുകൾ താമസിച്ചിരുന്ന ഘട്ടത്തിൽ സ്കൂളിനുള്ളിലൂടെ ഇത്തരമൊരു വൈദ്യുതി ലൈൻ വലിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂൾ കെട്ടിടത്തിൻ്റെ അടുത്തൂടെ ഇത്തരമൊരു വൈദ്യുതി ലൈൻ അന്ന് വലിക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യം. അന്ന് ജനകീയ സമിതി, ഈ സ്കൂൾ മാനേജ്മെൻറ്റ് നടത്തുന്ന ജനകീയ സമിതിയിൽ ഈ ജനങ്ങളുടെ ആഗമനം വന്ന് അപേക്ഷ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജനകീയ സമിതിയുടെ തീരുമാനപ്രകാരം കൂടിയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇത്തരമൊരു വൈദ്യുതി ലൈൻ വലിക്കുന്നതിന് അനുമതി കൊടുത്തുള്ളത്. പക്ഷേ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ കാണുന്ന വൈദ്യുതി ലൈൻ അവിടെ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ പഞ്ചായത്ത് എന്ത് ചെയ്തു എന്നുള്ളതാണ്. പഞ്ചായത്തിന് ഇനിയിപ്പോൾ ജനകീയ സമിതി ഇപ്പോൾ നേരത്തെ അനിൽ ബോസൊക്കെ പറഞ്ഞതുപോലെ അത് CPM നിയന്ത്രണത്തിലുള്ളൊരു സ്കൂളൊന്നും അല്ല, CPMന് എഴുതി കൊടുത്തിട്ടുള്ള സ്കൂളല്ല. 4 പഞ്ചായത്തുകൾ, ആ പ്രദേശത്തെ 4 പഞ്ചായത്തുകളിലെ അംഗങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്ന സമിതിയാണ് ജനകീയ സമിതി. 5 കൊല്ലത്തേക്കാണ് ആ സമിതിയുടെ പ്രവർത്തനം നടത്താറുള്ളത്. ആ സമിതിയാണ് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് നടത്തുന്നത്. ഇപ്പോൾ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള തുളസീധര കുറുപ്പാണ് ആ സമിതിയുടെ മാനേജർ എന്നുള്ളതുകൊണ്ട് അതിൽ CPM പ്രവർത്തകരുണ്ട്. മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും അംഗങ്ങളും ഇല്ലാത്ത ആളുകളും ഒക്കെ തന്നെ ആ ജനകീയ സമിതിയിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതിനു വേണ്ടിയും ഒരു കളർ ചാർത്തുന്നതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അങ്ങനെയല്ല അതിൻ്റെ വസ്തുത. അത് സുപ്രീം കോടതി മാത്രമല്ല, അത് സുപ്രീം കോടതിയിൽ CP എഴുതി കൊടുത്തൊന്നുമല്ല. സുപ്രീം കോടതിയിൽ നടന്ന ഒരു കേസിൻ്റെ ഭാഗമായി സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ജനകീയ സമിതി രൂപീകരിച്ചിട്ടുള്ളത്. അത് അതിൻ്റെ ഒരു വസ്തുതയാണ്. ആ ഫാക്സിലേക്ക്, ആ വസ്തുതയിലാണ്. അങ്ങനെ തന്നെ നമുക്ക് പോകണം. 2,
ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് വൈദ്യുതി വകുപ്പിൻ്റെ കുറ്റകരമായ അനാസ ഇക്കാര്യത്തിലുണ്ടായിരുന്നു. സമയബന്ധിതമായി ഇത് പരിശോധിച്ച് ഈ ലൈൻ താഴ്ന്നു കിടക്കുന്നതടക്കം പരിശോധിക്കുന്നതിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. വിദ്യാഭ്യാസ വകുപ്പിന്, ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിന്, അതുപോലെ തന്നെ ഹെഡ് മാഷിന് ഈ കാര്യത്തിൽ ഗൗരവതരമായിട്ടുള്ള അനാസയുണ്ട്. അതിപ്പോൾ നാളെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണം നടത്തുന്നതിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ വളരെ കൃത്യമായി ഉണ്ടാകും എന്ന് തന്നെ. കാര്യം അതങ്ങനെ ഒന്ന് ഒളിച്ചു വെക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. കാര്യം ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ അവിടുത്തെ പ്രഥമാധ്യാപകനും ഇക്കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ആ ഉത്തരവാദിത്വം പാലിക്കാത്തത് കൊണ്ടാണ് ഈ നിർഭാഗ്യകരവും വേദനാജനകവുമായിട്ടുള്ള ഒരു അപകടം അവിടെ സംഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇതിൽ കോവൂർ കുഞ്ഞുമോൻ അവിടുത്തെ MLA ആണ്. അദ്ദേഹം അവിടെ പഠിച്ചു, ആ സ്കൂളിൽ തന്നെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു, മുൻ വിദ്യാർത്ഥി കൂടിയായിരുന്നു. അപ്പോൾ കോവൂർ കുഞ്ഞുമോൻ പറഞ്ഞത് ഇക്കാര്യത്തിൽ ആരെങ്കിലും ന്യായീകരിച്ചുകൊണ്ടല്ല, അത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് വരിക, അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കാൻ ആഗ്രഹിക്കുന്ന അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് തോന്നുന്നത്. കോവൂർ കുഞ്ഞുമോൻ ഇതിലെ സംഭവത്തെക്കുറിച്ച്, അനാസകളെക്കുറിച്ച് ഒക്കെ തന്നെ പഠനം നടക്കുന്നു, അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, പരിശോധിക്കാം എന്നുള്ള അർത്ഥത്തിലാണത് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ചില ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിൽ രാഷ്ട്രീയമോ ഒന്നുമല്ല, ഇതിലൊരു ഗൗരവതരമായിട്ടുള്ള അനാസ്ഥ വന്നിട്ടുണ്ട്. ആ അനാസ്ഥ പരിശോധിക്കുക മാത്രമല്ല, ഇതിൽ ഏറ്റവും പരമപ്രധാനമായി നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ, മറ്റു വിദ്യാലയങ്ങൾ, അതുപോലെ തന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള മറ്റ് കെട്ടിടങ്ങളുടെ ഒക്കെ തന്നെ കാലാകാലവുമായി കാലോചിതമായിട്ടുള്ള ഓഡിറ്റിംഗ് നടത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുണ്ട്. അതൊന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ടൊന്നും സംസ്ഥാന സർക്കാരിന് പോകാനാവില്ല. അത് ഉത്തരവാദിത്വം കൃത്യമായി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. താങ്കൾ സമ്മതിക്കുന്നത് സ്കൂൾ മാനേജ്മെന്റിന് ഈ കാര്യത്തിൽ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. KSEB 2 ദിവസം മുൻപ് അവിടുത്തെ വൈദ്യുതി ലൈനുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നമുണ്ടെന്ന് സ്കൂൾ മാനേജ്മെന്റിനെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുന്നു. എന്നിട്ടും പക്ഷേ അതിലൊരു ദ്രുതഗതിയിലുള്ള നടപടിയിലേക്കൊന്നും പോകാൻ അവർ തയ്യാറായിട്ടില്ല. എന്ന് വെച്ചാൽ ഈ മരണത്തിന് ഉത്തരവാദികൾ ആരാണ് എന്നൊരു പരിശോധനയിൽ സ്കൂൾ മാനേജ്മെൻറ്റ് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന ആളാണ് താങ്കളും. അല്ല, നിശ്ചയമായി അങ്ങനെ തന്നെയാണ്. സ്കൂൾ മാനേജ്മെൻറ്റിന് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാനാവില്ല. മാറി നിന്നുകൊണ്ട് അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവർക്കാവില്ലല്ലോ. കാരണം അവരുടെ ഉത്തരവാദിത്തമില്ല. അവരുടെ കൺട്രോളിലിരിക്കുന്ന സ്കൂളിൻ്റെ മുകളിലൂടെ ഇത്തരം അപകടകരമായ സാഹചര്യത്തിൽ വൈദ്യുതി ലൈൻ പോകുന്നു. പഞ്ചായത്തിന് അക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. ആ പഞ്ചായത്ത് എന്ത് ചെയ്യായിരുന്നു? അവിടെ ആ കെട്ടിടം അനധികൃതമായി ഒരു സൈക്കിൾ ഷെഡ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ, അനുമതിയില്ലാതെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി അത് പൊളിച്ചു മാറ്റുന്നതിന് നോട്ടീസ് കൊടുക്കുന്നതിന് പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്നില്ല. പഞ്ചായത്തിന് ആ സ്കൂളിനകത്ത് കയറാൻ പറ്റുന്നില്ലെന്നാണോ? എത്ര വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും രാവിലെയും വൈകുന്നേരം ആ സ്കൂളിൽ വന്ന് പോകുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്നും കണ്ടില്ല, പ്രവർത്തിച്ചില്ല എന്നുള്ള ഒരു ഉത്തരവാദിത്തക്കുറവാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തക്കുറവിൽ നിന്ന് ഇപ്പോൾ മാറി നിന്നുകൊണ്ട് ഇങ്ങനെ വർത്തമാനം പറയുന്നത് ശരിയല്ല. ഇതൊരു കൂട്ടുത്തരവാദിത്വം ഉണ്ടാവേണ്ടിയിരുന്ന ഒരു സാഹചര്യം. ഇത്തരം അനാസ്ഥകൾ ഉണ്ടാവാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ടിയിരുന്നിടത്ത് ശ്രദ്ധിച്ചില്ല എന്ന വസ്തുതയാണ് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത്. അതിൽ ഉറപ്പായും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കും. ഒരു മിഥുൻ എന്ന് പറയുന്ന സമർത്ഥനായ, ഞാൻ മനസ്സിലാക്കുന്നത് സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ആ സമർത്ഥനായ വിദ്യാർത്ഥിയാണ് ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ട, ആ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയായിരുന്നു മിഥുൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മിഥുൻ്റെ പ്രതീക്ഷയിൽ അർപ്പിച്ചു കഴിഞ്ഞിരുന്ന കൽപ്പണിക്കാരനായിട്ടുള്ള പിതാവിനും ആ മാതാവിനും ഒക്കെ വന്നിട്ടുള്ള നഷ്ടം, അത് നമുക്ക് എത്ര വേദനയോടുകൂടി മാത്രമേ അതിനെ കാണാൻ കഴിയൂ. ആ നഷ്ടത്തെ നമുക്കൊന്നും ഒരു തരത്തിലും നികത്താനാവാത്തതായിപ്പോയി. അപ്പോൾ അത്തരം വിദ്യാർത്ഥികളെ, ആ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ടത് അവിടുത്തെ ഹെഡ് മാഷും അതുപോലെ തന്നെ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും തന്നെയാണ്. അതിനെന്താ സംശയം? അപ്പോൾ ആ മാനേജ്മെൻറ്റ് സമയബന്ധിതമായി ഇത്തരത്തിൽ അപകടാവസ്ഥയിലായിരിക്കുന്ന ഇത്തരം ഒരു വൈദ്യുതി ലൈനുണ്ട് എങ്കിൽ, ഇപ്പോൾ കാറ്റും മഴയും മറ്റു വൃക്ഷങ്ങളൊക്കെ മറിഞ്ഞു വീടുന്നൊരു ഘട്ടത്തിലാണ്. എന്തായാലും ഭാഗ്യവശാൽ ഇത്തരം ഒരു ദുരന്തം ഇങ്ങനെ വന്ന് നമുക്ക് കണ്ണു തുറക്കേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ ആ വൈദ്യുതി ലൈൻ മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള നടപടി ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തൊഴിലാളികൾ അത്തരം പണികളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യം വളരെ നേരത്തെ നമുക്ക് ചെയ്യാമായിരുന്നു, എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഇത്തരം ലാഘവ ബുദ്ധിയോടുകൂടി നമ്മുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച്, നമ്മുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള നമ്മുടെ മനോഭാവമാണ്. അതിലാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ ഉത്തരവാദികളെ സംബന്ധിച്ച് ഇപ്പോൾ പോലീസ് 194 BNSS പ്രകാരമുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ കുറ്റമുണ്ട് എങ്കിൽ, ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ നിയമപരമായ ബാധ്യതയുണ്ടെങ്കിൽ, കുറ്റകരമായ ബാധ്യതകളുണ്ടെങ്കിൽ നിശ്ചയമായും അവർക്കെതിരെ അന്വേഷണം തിരിയും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. കാര്യം അത്തരത്തിലൊരു നിലപാട് തന്നെയാണ് എനിക്ക് ഇക്കാര്യത്തിൽ അറിയിക്കാനുള്ളത്. നിഷാദ്.
ശരി. ശ്രീ സയ്യിദ് പാലത്തറയിൽ ഇപ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്ന സംഗതിയോട് പൊതുവേ നമ്മുടെ സിസ്റ്റമൊക്കെ സ്വീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൻ്റെ ഇരകളാക്കപ്പെട്ട ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊരു നമ്മുടെ ഒരു മൊത്തത്തിലൊരു മൈൻഡ് സെറ്റിൻ്റെ സമീപനത്തിൻ്റെ പ്രശ്നമാണ്. അതിലേതെങ്കിലും രാഷ്ട്രീയമൊന്നും ആരോപിക്കുന്നതിൽ കാര്യമില്ല എന്നാണ് ശ്രീ ഹസ്കർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അതിപ്പോൾ KSEBയുടെ കാര്യത്തിലായാലും പഞ്ചായത്തിൻ്റെ കാര്യത്തിലായാലും സ്കൂൾ മാനേജ്മെൻറ്റ് കാര്യത്തിലായാലും സുരക്ഷയുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും കുറച്ച് കോംപ്രമൈസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നതിൻ്റെ പ്രശ്നമാണെന്ന്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ഈ സ്കൂളിന് അങ്ങനെ സംരക്ഷണം കിട്ടാൻ തക്കവണ്ണമുള്ള രാഷ്ട്രീയ ബന്ധമൊന്നും ഇല്ല എന്നാണ്. അത് വളരെ അടിസ്ഥാനപരമായി തെറ്റായ ഒരു കാര്യമാണ് സൂചിപ്പിച്ചത്. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു, അസ്കർ സാർ സൂചിപ്പിച്ചത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്ന 4 പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് ഒന്ന് ശാസ്താംകോട്ടയും, ഒന്ന് മൈനാഗപ്പള്ളിയും, ഒന്ന് തേവലക്കരയും പടിഞ്ഞാറേക്കലയുടെയും അടങ്ങുന്ന 4 പഞ്ചായത്തുകളെ പ്രദാനം ചെയ്തുകൊണ്ടാണ് അവിടെ സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികളുണ്ട്. ഇന്ന് അവിടുത്തെ ഇപ്പോഴത്തെ നിലവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ശ്രീ PK ഗോപൻ പോലും അദ്ദേഹം പറഞ്ഞത് എന്തിനാണ് ഈ കുട്ടി ഷീറ്റിന്റെ പുറത്ത് കയറിയെന്നാണ്. നമ്മൾ നമ്മുടെ ബാല്യകാലത്തിലേക്ക് തിരിച്ചു പോകുമ്പോഴേ നമ്മുടെ കുസൃതിത്തരങ്ങളെ കുറിച്ച് അറിയാൻ കഴിയും. ഒരു സംഭവം നടക്കുമ്പോൾ ഇത്ര ബാലിശമായി വർത്തമാനം പറയാൻ എല്ലാവരെ കൊണ്ടും കഴിയുകയില്ല. ഒരു വിഷയം നടക്കുമ്പോൾ രാഷ്ട്രീയം മുതലെടുപ്പിനൊന്നും ശ്രമിക്കുന്നതല്ല. പക്ഷേ ഒരു കാര്യം, എല്ലാവരുടെയും കൂട്ടായ തീരുമാനത്തിലൂടെയാണ് അവിടെ പ്രവർത്തനം നടക്കുന്നതെന്ന് പറയുന്ന അടിസ്ഥാനരഹിതമാണ്. അവിടെ ഒരു പ്രത്യേക കേന്ദ്രം മാത്രമാണ്. അവിടെ ആരൊക്കെയാണ് മെമ്പർമാർ? നേരത്തെ എൻ്റെ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് PK ഗോപൻ. ഇപ്പോൾ അതിൻ്റെ ആളായിട്ടിരിക്കുന്ന ആളാണ് ഈ പറഞ്ഞ തുളസീധരൻ പിള്ള സാർ. തുളസീധരൻ പിള്ള സാർ ആരാണ്? അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. ഈ സ്കൂളിൻ്റെ യഥാർത്ഥ മാനേജർ ആരായിരുന്നു? അദ്ദേഹം പറയും CP ആശാൻ്റെ കയ്യിലുള്ള സ്കൂളാണല്ല. CP ആശാനൊക്കെ പിന്നെ വന്നാണ്, തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം വന്ന ഒരാളായിട്ട് വന്നയാളാണ്. അപ്പോൾ ഈ സ്കൂൾ യഥാർത്ഥത്തിൽ ആരുടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അത് നേരത്തെ ഈ സ്കൂൾ ഉണ്ടായിരുന്ന ആരുടെയാണെന്നുള്ളത് വളരെ വ്യക്തമായി ജനങ്ങൾക്കറിയാം. ആ സ്കൂൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂൾ തെന്നൂരെ ഗോവിന്ദച്ചാർ എന്ന് പറയുന്ന ഒരാളിൻ്റെ പേരിലുള്ള സ്കൂളായിരുന്നു. അവർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. വളരെ പ്രയാസമായിരുന്നു. ഇന്നത്തെ ഒരു കാലാവസ്ഥയൊന്നുമല്ല അന്നൊരു വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുപോകാൻ. അത് കഴിഞ്ഞിട്ടാണ് ഇത് നെടുമ്പുറത്ത് രാമൻപിള്ളയെ ഏൽപ്പിക്കുന്നു. നെടുമ്പുറത്ത് രാമൻപിള്ളയ്ക്കും ഇത് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പ്രജാസമിതി അംഗമൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവസാനം എന്തായത്? ഇത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടൊരു സമിതിക്ക് വേണ്ടി ഇത് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ 3 പാനലുകൾ മത്സരിക്കപ്പെട്ടു. അന്ന് CP ആശാന്റെ പാനലാണ് ജയിച്ചത്. CP ആശാന്റെ പാനൽ ജയിച്ചതിന് ശേഷം പിന്നീട് ഒരാളിനും അങ്ങോട്ട് പ്രവേശനമില്ല. ഇവിടെ എത്ര മെമ്പർമാരുണ്ട്? ആരാണ് മെമ്പർമാർ? ഏവർക്കാണ് ജനകീയമായ സമിതിയാണോ അവിടെ ഭരിക്കുന്നത്? അല്ല, ഒരു പാർട്ടിയുടെ സമിതിക്ക് മാത്രമാണ് ഈ സ്കൂള്. ആ പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം നേടുന്നത്. അല്ലാതെ നിഷ്പക്ഷമായ അല്ലെങ്കിൽ സുതാര്യമായ ഒരു നിലപാടിലൂടെ ഒന്നുമല്ല ഇത് കൊണ്ടുപോകുന്നത്. ആ പോരായ്മയാണ് ഈ സ്കൂളിന് പറ്റിയിട്ടുള്ളത്. എപ്പോഴും സ്വാധീനമുണ്ട് എന്നുള്ളത് കൊണ്ട് എന്തും ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു ദാർഢ്യമാണ് ഇവർക്ക് മുന്നിലുള്ളത്. അതാണ് ഇവിടെ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു പഠനം നടത്തി ഇതിന് പോരായ്മ വന്നിട്ടുള്ളത് എവിടെയാണെന്ന് പഠിച്ച്, അല്ലാതെ ഇവിടെ വേറെ ആർക്കും മെമ്പർഷിപ്പ് കൊടുക്കില്ല. ഈ സ്കൂളിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നാൽ വേറെ മെമ്പർഷിപ്പ് കൊടുക്കില്ല. ആ പ്രദേശത്തുള്ള എത്ര അധ്യാപകരുണ്ട് അവിടെ? ഈ അടുത്ത കാലത്ത് ആ സ്കൂളിൽ നടന്ന വളരെ വിവാദമായൊരു സംഭവമുണ്ട്. കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന CPMന്റെ നേതാവാണല്ലോ E കാസിം. അദ്ദേഹത്തിൻ്റെ മകള് പഠിപ്പിക്കുന്ന സ്കൂളാണ് അവിടെ. ആ മകൾക്കെതിരെ ഉണ്ടായ പീഡനം എന്താണ്? അവിടെ ഫോൺ എടുത്ത് വെച്ചിട്ടെല്ലാം അക്രമം അവിടെ കാണിച്ചു. അതിനെതിരെ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തില്ലേ? അത് കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ അധ്യാപകരായിട്ടുള്ള ആളുകൾ വളരെ മദ്യപിച്ച് മതോന്മത്തരായി പോയി റോഡിലുള്ള കൊടിമരങ്ങൾ തകർത്തില്ലേ? അത് സ്കൂളിൻ്റെ മാനേജർ തുളസീധരൻ പിള്ള ഇടപെട്ടത് ശരിയായി കൊടുത്തില്ലേ? അവിടെ എന്ത് ആവാസത്തരവും നടക്കുന്ന തരത്തിലേക്ക് ആ സ്കൂൾ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ മറ്റുള്ളവർക്ക് പ്രവേശനമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയേറെ ഉണ്ടായത്. ഇനിയുള്ള സമയങ്ങളിലാണ്, ഇപ്പോഴാണ് ഒരു വിഷയം വന്നപ്പോഴാണ് ജനങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇന്നൊരു നടന്ന സംഭവത്തോട് വളരെ ശക്തമായി ഒരു കുടുംബത്തിലെ രാവിലെ ഒരുങ്ങി ഒരു ബസ്സിലേക്ക് കയറി സ്കൂളിലെത്തിയ ഒരു പിഞ്ചോമന വൈകിട്ട് ചേതനയേറ്റ ശരീരമായ വീടുകളിലേക്ക് എത്തുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അറിയണമെങ്കിൽ ഒരമ്മയാകണം, ഒരച്ഛനാകണം, അല്ലെങ്കിൽ കുടുംബം ഉണ്ടാകണം. ഇതില്ലാത്തവർക്ക് വൈകുന്നേരങ്ങളിൽ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന് പറയാം സ്കൂൾ മാനേജറിന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പവും ഉണ്ടായില്ല എന്ന് പറയണമെങ്കിൽ അത് കോവൂർ കുഞ്ഞുമൻ MLA പോലുള്ളവർക്ക് മാത്രമേ കഴിയൂ. മറ്റൊരാളിനും കഴിയില്ല. ഞങ്ങളെപ്പോലുള്ളവർക്ക് കഴിയില്ല. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്ന് രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നവരാണ്, ഞങ്ങൾ കൊണ്ടുവിടുന്നവരാണ്. വൈകിട്ട് തിരിച്ചെത്തുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ. അല്ലാതെ PK ഗോപനെ പോലുള്ള ആളുകൾക്ക് പറയാൻ കഴിയും എന്തിനാ കുട്ടി ഷീറ്റയുടെ പുറത്ത് കയറി? കുട്ടികളുടെ കുസൃത്തരങ്ങൾ എവിടെയാണ്? ഈ കുട്ടി വന്നപ്പോൾ ആ സ്കൂളിൽ ആരുണ്ടായിരുന്നു? 9:30 മണിക്ക് കുട്ടിയെ സ്കൂൾ ആദ്യത്തെ ബസ് എത്തുമ്പോൾ ആരാണ് ആ സ്കൂൾ നിയന്ത്രിക്കാനുള്ളത്? ഈ കുട്ടികളെ ക്ലാസ്സിലേക്ക് കയറുത്താൻ ആരാണുള്ളത്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അല്ല രാഷ്ട്രീയമൊന്നും ഇതിനകത്ത് കാര്യമല്ല.
അതുകൊണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ ഒരു വലിയ സ്ഥാപനം നടത്തുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സ്ഥാപനങ്ങൾ പൈസ വാങ്ങി അധ്യാപകരെ പോസ്റ്റ് ചെയ്യുമ്പോൾ അവർക്കൊക്കെ ഈ നാടിനോട് പ്രതിബദ്ധത ഉണ്ടാകണം, കുട്ടികളോട് പ്രതിബദ്ധത ഉണ്ടാകണം, അവിടുത്തെ ജീവനക്കാർക്കുണ്ടാകണം പ്രതിബദ്ധത. ജീവനക്കാർ എത്ര മണിക്ക് അവിടെ എത്ര തീരുമാനിക്കണം. ജീവനക്കാരെത്തിയതിനു ശേഷം മാത്രമേ കുട്ടികൾ പങ്കെടുക്കാവൂ. അല്ലാതെ അവിടെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം നടത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ ഇലക്ട്രിക് കമ്പി പോയിട്ട് ഒരു കാര്യം മാത്രം പറയാം. അവിടെ ഈ സ്കൂളിൻ്റെ തൊട്ട് കിഴക്കുവശത്തൂടെ വടക്കോട്ട് വലിയ വിശാലമായ റോഡുണ്ട്. ഇലക്ട്രിക് ലൈൻ വലിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. ഈ സ്കൂളിനോട് ചേർന്ന് തൊട്ട് പടിഞ്ഞാറ് വശത്തൂടെയുണ്ട്. അവിടെ ഇലക്ട്രിക് വലിക്കാനുള്ള ലൈനുണ്ട്. ഈ രണ്ടും ചെല്ലുന്നത് വളരെ കൂടുതൽ കുടുംബങ്ങൾ താമസിക്കുന്ന കോവൂർ കോളനിയിലേക്കാണ്. എന്താണ് അത് ചെയ്യാത്തത്? അപ്പോൾ അതൊന്നുമല്ല, ഇതൊരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സ്കൂൾ മാനേജ്മെന്റിന്റെയും KSEBയുടെയും നിരുത്തരവാദപരമായ ഈ പ്രവർത്തനത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ നാളുകളിൽ ഇത് നമ്മുടെ സംസ്ഥാനത്തെ പല വിദ്യാലയങ്ങൾക്കും പല കുരുന്നുകൾക്കും ഇത് ബാധകമാകുമെന്നുള്ളത് കൊണ്ട് ഇത്തരം സംഭവങ്ങളിൽ ശക്തമായ നടപടിയെടുക്കണം. ഇന്നിപ്പോൾ പോലീസ് എത്ര കേസെടുത്തിട്ടുണ്ടാവും? സ്കൂളിലേക്ക് മാർച്ച് ചെയ്തവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടാവും, റോഡ് ഉപരോധിച്ചവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടാവും. ഈ കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ടവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താമെന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി പറഞ്ഞത് സ്കൂൾ വിദ്യാലയങ്ങളിലൂടെ ലൈൻ വലിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ ഇന്നാണോ അറിയുന്നത്? അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഗൗരവപരമായ ഇടപെടൽ നടത്താൻ ഗൗരവതരമായ നടപടി ഉണ്ടാവുക എന്നാണ് പ്രധാനം. അത് ഏത് തരത്തിലുള്ള നടപടിയിലേക്ക് പോകാൻ സർക്കാരിന് കഴിയും, അതോ ഇതിപ്പോൾ ഇന്നത്തെ ബഹളത്തിൽ അവസാനിക്കുമോ എന്നാണ്. ഞാനൊരു ചെറിയ ഇടവേളയെടുത്ത് വേഗം ഈ ചർച്ചയിലേക്ക് തിരിച്ചു വരാം. വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് വീണ്ടും. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇതിനകത്ത് ശരിയായ അന്വേഷണം നടത്തി കർക്കശമായ നടപടി മുഖം നോക്കാതെ സ്വീകരിക്കുമെന്ന മട്ടിലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടികൾ വന്ന് അല്ലെങ്കിൽ പ്രതികരണങ്ങൾ വന്ന് കാണുന്നത്. സ്വാഭാവികമാണ് സർക്കാരിൻ്റെ ഭാഗത്തെ പ്രതികരണം, കാരണം ഇന്ന് വലിയ വൈകാരിക അന്തരീക്ഷമുണ്ട്, വലിയ സമരങ്ങൾ ഇന്നവിടെ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇത് നോക്കൂ, അനാസ്ഥയുടെ ഇരയാണ് ആ കുട്ടി. അതിനകത്ത് നടപടി എന്നൊക്കെ പറഞ്ഞാൽ ഏതുവരെയൊക്കെ പോകാൻ സർക്കാരിന് പറ്റും? അങ്ങനെ വലിയ കടുത്ത നടപടികൾ ഉത്തരവാദികൾക്കെതിരെയൊക്കെ എടുത്ത മുന്നനുഭവം നമുക്കുണ്ടോ? ഇത് ഇന്നത്തെ ഒരു ബഹളമല്ലേ? എന്നോടാണോ? യെസ് നിഷാദ്, എന്നോടാണോ? അതെ അനിൽ ബോസ്, താങ്കളോടാണ്. അതായത് ഞാൻ പറയുന്നത്, നമ്മൾ എല്ലാ കാലത്തും അത് സർക്കാരുകളുടെ പൊതുരീതി, ഒരു അപകടമുണ്ടാകുമ്പോൾ അവിടെ സന്ദർശിക്കുക, വീട്ടിൽ പോവുക, ധനസഹായം പ്രഖ്യാപിക്കുക, അന്വേഷിച്ചെന്ന് പറയുക, അത് നാമമാത്രമായൊരു തുക പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന നിലയിൽ മടങ്ങിപ്പോകുന്ന ഒരു സ്ഥിരം ചവിട്ട് നാടകമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് പരിശോധിക്കപ്പെടേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സ്കൂളെന്നല്ല, കേരളത്തിലെ ഏത് സ്കൂളായാലും ആ സ്കൂളിൻ്റെ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നടന്നിട്ടുള്ള പരിശോധനകൾ, അതിൻ്റെ രേഖകൾ നിലവിലുണ്ടോ? ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഇത്തരം ഇൻസ്പെക്ഷൻ നടന്നതിൻ്റെ ഏതെങ്കിലും രേഖകൾ അവൈലബിൾ ആണോ? ഇത് പരിശോധിക്കണ്ടേ? ഇപ്പോൾ ഇവർ പറയുന്നു ഇലക്ട്രിസിറ്റി ബോർഡിന് ലൈൻ മാറ്റണമെന്ന് പറഞ്ഞ് കത്ത് ഇവർ കൊടുത്തിരുന്നു എന്ന് പറയുന്നു. കൊടുത്തിട്ടുണ്ടെങ്കിൽ CPM കേരളം ഭരിക്കുന്ന കാലമാണ്. ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് അവിടെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ്, അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയാണ്. അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ട് ആ ഭരണ കക്ഷി അനുകൂല മാനേജ്മെൻറ്റിൻ്റെ സ്കൂളായിട്ടും ഇലക്ട്രിസിറ്റി ബോർഡ് എന്തുകൊണ്ട് ഈ ലൈൻ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇടപെട്ടില്ല? അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒരുപക്ഷെ ഇനി സ്വാധീനമില്ലാത്ത പാവങ്ങളായിട്ടുള്ള ഏതെങ്കിലും മാനേജ്മെൻറ്റാണെങ്കിൽ തിരിഞ്ഞു നോക്കിയില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇവർ ആ ഉത്തരവാദിത്തം, ഈ മാനേജ്മെൻറ്റ് അത് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ, ഇനി ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന രേഖകളല്ല ഞാൻ പറയുന്നത്, മുൻകൂർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള രേഖകളുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ഇത് ചെയ്തില്ല? പിന്നെ എന്തിനാണ് ഇവരുടെ വ്യഗ്രത? MLAയുടെ വ്യഗ്രത, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വ്യഗ്രത എന്തിനാ? സ്കൂൾ മാനേജ്മെൻറ്റിന് വീഴ്ചയില്ല എന്ന് പറയും. പിന്നെന്തിനാ അന്വേഷിക്കുന്നത്? എന്ത് റിപ്പോർട്ടാണ് ഇവർ തേടുന്നത്? ഭരണസമിതിയുടെ ഭാഗമായി, സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പറയാം മാനേജ്മെൻറ്റിന് വീഴ്ചയില്ലെങ്കിൽ പിന്നെ ആരെക്കുറിച്ച് അന്വേഷിക്കുന്ന കാര്യമാണ് പറയുന്നത്? മരിച്ച മിഥുനാണ് ലൈൻ അവിടെ സ്ഥാപിച്ചതെന്നാണോ സ്ഥാപിക്കാൻ പോകുന്നത്? എന്താ അന്വേഷണം അന്വേഷിക്കാതെ? നമ്മൾ പറയുന്ന ലോജിക്ക് വേണ്ടേ? ജനപ്രതിനിധികളാണെങ്കിലും ഭരണാധികാരികളാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കണം. ഇവിടെ വന്നിരുന്ന് ഇപ്പോൾ ഹസ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തു. ഹസ്കറിൻ്റെ രാഷ്ട്രീയ ലൈൻ വെച്ച് വ്യാഖ്യാനിച്ച് അവിടെയും തട്ടി ഇവിടെയും തട്ടി പോയിട്ട് കാര്യമൊന്നുമില്ല. നമ്മളൊരു ഇഷ്യൂവിൽ ഇടപെടുമ്പോൾ അത് സിൻസിയറായിട്ട് അഭിപ്രായം പറയണം. എൻ്റെ വീട്ടിലോ ഹസ്കറിൻ്റെ വീട്ടിലോ ബാധിക്കുമ്പോഴേ നോവത്തുള്ളതേ.
മിഥുൻ എൻ്റെ വീട്ടിലെ ആളല്ലല്ലോ, ഹസ്കറിൻ്റെ വീട്ടിലെ ആളല്ലല്ലോ, നിഷാദിൻ്റെ വീട്ടിലെ ആളല്ല, പിന്നെ അങ്ങനെ നമുക്ക് നോവും? അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണോ ഈ വിഷയത്തിലൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ടത്? നമ്മുടെ വീട്ടിലല്ലെങ്കിൽ നമുക്കെന്ത് പ്രശ്നം, അതെല്ലാം അന്വേഷിച്ചോട്ടെ, റിപ്പോർട്ട് വന്നോട്ടെ, 50,000 രൂപ അങ്ങോട്ട് പ്രഖ്യാപിച്ചോട്ടെ, ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും വന്ന് അവിടെ അങ്ങ് വിസിറ്റ് ചെയ്തോട്ടെ. ഇതല്ല. ഇതിന് പ്രഥമ ദൃഷ്ട്യാ നമ്മൾക്ക് കാണേണ്ട കാര്യം, ഒരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ സ്കൂളുകളിൽ ഇതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻ അനുസരിച്ച് പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ, അങ്ങനെ പരിശോധന നടക്കുന്നുണ്ടോ? കേരളത്തിലെ എല്ലാ സ്കൂളുകളും അന്വേഷണ വിധേയമാക്കണമെന്ന്, കേരളത്തിലെ അന്വേഷണ വിധേയമാക്കണം. ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട് ആ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെ പരിരക്ഷ ഉറപ്പാക്കാൻ എന്തെല്ലാം നടപടി മാനുവൽ പ്രകാരം പാലിച്ചിട്ടുണ്ട്, അതിൻ്റെ രേഖകൾ, പ്രത്യേകിച്ച് ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ അത് പരിശോധിക്കപ്പെടുക തന്നെ വേണം. ആ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും രേഖകളെല്ലാം പരിശോധിച്ച് നടപടിയെടുക്കണം. അല്ലാതെ നേരെ വന്നിട്ട് മന്ത്രി പറയാണ് മാനേജ്മെൻറ്റിന് കുഴപ്പമില്ല, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു, MLA പറഞ്ഞു, ഇവരെല്ലാം ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു. മനസ്സിലായില്ലേ? നവകേരള യാത്രയ്ക്ക് മുഖ്യമന്ത്രിയുടെ പര്യടനം തുടങ്ങിയപ്പോൾ പാവപ്പെട്ട സമരം ചെയ്ത കുട്ടികളെ തലതല്ലി പൊട്ടിച്ചിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയതിനെക്കുറിച്ച് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ആളുകൾ ഇതും പറയും, ഇതിനപ്പുറവും പറയും. മനസ്സിലായില്ലേ? ഇതും പറയും, ഇതിനപ്പുറവും പറയും. മുമ്പേ നടക്കുന്ന ഗോവ് തൻ്റെ പിമ്പേ നടക്കും ബഹു ഗോക്കളെല്ലാം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇതിപ്പോൾ 1-2 അധികാരമുള്ള ആളുകളും അവരുടെ സ്തുതിപാഠകരുമായിട്ട് ഈ കടുംവെട്ട് വെട്ടാണ്. കടുംവെട്ട് മനസ്സിലായി. സ്ലോട്ടർ കട്ടിങ്ങിന് കൊടുക്കുമെന്ന് പറയും. റബ്ബറൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾക്കറിയാം. അവസാനം വിറകിന് കൊടുക്കും. സ്ലോട്ടർ കട്ടിങ്ങിന് കൊടുക്കുന്ന പോലെ ഈ പറയുന്ന 6-7 മാസമേ ഉള്ളൂ. മൊത്തത്തിൽ അടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഏത് കുട്ടികളുടെ പരിരക്ഷ, ഏത് സ്കൂളിൻ്റെ പരിരക്ഷ, ഏത് വിദ്യാഭ്യാസ നയം, ഏത് ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനം? സുതാര്യമായി ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഏതെങ്കിലും വിഷയങ്ങളിൽ ഇവർക്ക് പ്രതികരിക്കാൻ കഴിയുന്നുണ്ടോ? ഒന്നും വേണ്ട നിഷാദെ, മിനിമം മര്യാദയ്ക്ക് വർത്താനം പറയാൻ കഴിയുന്നുണ്ടോ? സർക്കാരിന്റെ വിഷമിക്കുന്ന കുടുംബവും വൈദ്യുതി വകുപ്പ് ആദ്യഘട്ടത്തിൽ 5 ലക്ഷം രൂപ മിഥുന്റെ കുടുംബത്തിന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ കൂടുതൽ പൈസ കൊടുക്കുമായിരിക്കും. അതിൽ അവസാനിക്കുമോ എല്ലാം? അതിനപ്പുറം സ്കൂളിനെ മര്യാദ പഠിപ്പിക്കാൻ, അവരുടെ തെറ്റുകൾക്കെതിരെ കർക്കശമായ നടപടിയെടുക്കാൻ, ഉത്തരവാദികളായ വ്യക്തികളുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി, പ്രോസിക്യൂഷൻ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇന്നത്തെ സമരത്തെ തണുപ്പിക്കാൻ എന്നതിനപ്പുറത്തേക്ക് ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിൻ്റെ പേരിലൊക്കെ കർക്കശ നടപടി എടുക്കുക എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിലും സംസ്കാരത്തിലുള്ള കാര്യമാണോ ഹസ്കർ? അല്ല നിഷാദ്, ഇക്കാര്യത്തിൽ നമ്മുടെ ഒരു എക്സൈറ്റഡ് ആയിട്ട് കാര്യമില്ല. ഇക്കാര്യത്തിൽ ഇതിലെ കാണേണ്ടതൊരു മൃദു സമീപനത്തിൽ ഇക്കാര്യത്തെ കാണണം. കാരണം സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ കൃത്യമായി ഇന്ന് തന്നെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം സ്ഥലം സന്ദർശിച്ചു. അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി അതിന് അന്വേഷണത്തിന്, പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് നാളെ ഒന്ന് വന്നോട്ടെന്നേ, സമയബന്ധിതമായ അന്വേഷണ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇലക്ട്രിസിറ്റി ബോർഡ് പ്രാഥമിക റിപ്പോർട്ട് നൽകിയതിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ ഏറ്റുപറഞ്ഞു. അത് ഏത് കാലത്ത് നടന്നിട്ടുണ്ട്? ഏതെങ്കിലും തെറ്റു സംഭവിച്ചാൽ ആ തെറ്റു മറച്ചു വയ്ക്കുന്നതിനാണ് മനുഷ്യ സഹജമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും മനുഷ്യൻ നടത്തിയിട്ടുള്ളത് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇവിടെ വൈദ്യുതി വകുപ്പ് തന്നെ അന്വേഷണം നടത്തി അതിൻ്റെ പ്രഥമ റിപ്പോർട്ടിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്നാണ്. ആ തെറ്റ് ഏറ്റുപറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നഷ്ടപരിഹാരമടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതിന് സംസ്ഥാന സർക്കാർ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. മറിച്ച് ഇപ്പോൾ നഷ്ടപരിഹാരം കൊടുത്താൽ പറഞ്ഞു എന്ന അർത്ഥത്തിൽ ആണ് ഇത് ഹസ്കർ ഇന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് വരുമല്ലോ. അല്ല, അങ്ങനെ അല്ല, ഇതൊരു അനാസ്ഥയാണ്. ഇതൊരു അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് സുരക്ഷാ മാനദണ്ഡങ്ങളുടെ പേരിൽ അനാസ്ഥകൾ ഉണ്ടാവുന്നത് തുടർക്കഥയായി വരുന്നു. അത് സ്വകാര്യ കെട്ടിടങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ സർക്കാർ കെട്ടിടങ്ങളിലാണെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സംഭവിക്കുന്നത് ആവർത്തിക്കാതിരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളെ സംബന്ധിച്ച് സമഗ്രമായ ഒരു ചർച്ച ഇക്കാര്യത്തിൽ ഉണ്ടാവണം. ഇപ്പോൾ നടക്കുന്ന ചർച്ചകളും പൊതുമനസാക്ഷിയും നാളെ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്ന പൊതുമനസ്ബോധവും ഒക്കെ തന്നെ മാറി വരേണ്ടത് നമ്മുടെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ എങ്ങനെ നമുക്ക് പാലിക്കാൻ കഴിയും, അത് വീടുകളിൽ മുതൽ സ്വകാര്യ ഇടങ്ങളിൽ മുതൽ സർക്കാർ ഇടങ്ങളിൽ അടക്കം എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള സമഗ്രമായ കാഴ്ചപ്പാടാണ് നമുക്കുണ്ടാവേണ്ടത്. ആ സമഗ്രമായ കാഴ്ചപ്പാട് മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. ഇത് സംഭവിക്കാൻ പാടില്ലാത്തതും അരുതാത്തതുമായിട്ടുള്ളൊരു സംഭവം സംഭവിച്ചു.
അതിൽ ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ആ ജീവൻ ഇനി ഒരിക്കലും തിരിച്ചു കൊണ്ടു കൊടുക്കാനോ തിരിച്ചു വരുത്താനോ കഴിവില്ലാത്തവരാണ് നമ്മൾ. മനുഷ്യൻ്റെ ഒരു ഏറ്റവും വലിയ പരിമിതി അതാണല്ലോ. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ചെയ്യാൻ കഴിയുന്ന ആരാണ് കുറ്റവാളികൾ? ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഗൗരവതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റം ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ പരിശോധിക്കാം. അതിനല്ലേ പോലീസ് അന്വേഷണം നടത്തുന്നത്. പോലീസിന് കൊടുത്തിട്ടുള്ള നിർദ്ദേശം ഞാൻ മനസ്സിലാക്കുന്നത് വളരെ പെട്ടെന്ന് ക്രിയാത്മകമായി ഇതിൻ്റെ അന്വേഷണം നടത്തി ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ 194 BNSS പ്രകാരമായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ആ അന്വേഷണത്തിൽ ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ ക്രിമിനൽ കുറ്റകൃത്യം ഉണ്ട് എങ്കിൽ നിശ്ചയമായും നടപടിയെടുക്കും, ഒരു സംശയം വേണ്ട. അതിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അത് ഇപ്പോൾ നിങ്ങൾ കരുതുന്നത് പോലെ ജനകീയ സമിതിയുടെ സെക്രട്ടറി, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാൻ നടത്തുന്ന ഒരു നടപടിക്രമമായി ഇപ്പോൾ ഗോവൻ്റെയും അല്ലെങ്കിൽ കോവൂർ കുഞ്ഞുമോൻ്റെയും ഒക്കെ വാക്കുകളെ നിങ്ങൾ കാണുന്നുവെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. ചില വാക്കുകൾ മാത്രമാണ് പറഞ്ഞുള്ളൂ. കുട്ടിയുടേതായിട്ടുള്ള ഏതെങ്കിലും തന്നെ നമ്മൾ കുസൃതി കാണിക്കും. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലത്ത് ഇത്തരം കുസൃതികളിലൂടെ തന്നെയാണ് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. അപ്പോൾ ആ കുസൃതികൾ പോലെ അല്ലല്ലോ ഇതൊരു ചെരുപ്പെടുക്കുന്നതിന് വേണ്ടി കയറി ആ കുഞ്ഞൊരിക്കലും അറിയുന്നില്ല ഇത്തരം ഒരു അപകടം അവിടെ സംഭവിക്കാൻ പോകുന്നു എന്നൊരിക്കലും അറിയുന്നില്ല. പക്ഷേ മുതിർന്നവരെന്ന നിലയിൽ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കും പഞ്ചായത്തിനും നിശ്ചയമായും ആ ബോധ്യം ഉണ്ടാവേണ്ടതായിരുന്നല്ലോ. ആ ബോധ്യം ഉണ്ടായില്ല എന്നുള്ളിടത്താണ് നമുക്കെല്ലാം വിയോജിപ്പുകൾ ഉണ്ടാകുന്നത്. ആ വിയോജിപ്പുകളാണ് ഒരുപക്ഷെ നാളെ ഈ വിഷയത്തിൽ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ നാളെ ഇതിൻ്റെ പേരിൽ നടപടി ഉണ്ടാകും. അപ്പോൾ മാത്രമല്ല ഇതിലൊരു സർക്കാരിന് ഇപ്പോൾ പൊതുവെ ഇത്തരത്തിൽ ഇപ്പോൾ കോട്ടയത്ത് ഒരു സർക്കാർ ആശുപത്രിയുടെ കെട്ടിടം പറഞ്ഞു വീഴുന്നു. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലെ ബലക്ഷയമുള്ള കെട്ടിടങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തും. ഇതൊന്നും അന്വേഷണം നടത്തി അതിൽ ഏതൊക്കെ കെട്ടിടങ്ങൾ ഉടൻ തന്നെ പൊളിച്ചു മാറ്റണം, സമയബന്ധിതമായി ചെയ്തു തീർക്കണമെന്ന് എന്നുള്ളതിനെ സംബന്ധിച്ച് പഠനം നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിതെല്ലാം തിരിച്ചറിവുകൾ വരുന്നതും ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നത്. നമുക്ക് മഹാജ്ഞാനികളെ പോലെ ഇക്കാര്യങ്ങളെക്കുറിച്ചൊരു വിവരങ്ങൾ നേരത്തെ ലഭിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികം ഇപ്പോൾ സ്കൂൾ കെട്ടിടത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏതൊക്കെ സ്കൂളുകളിൽ ഇപ്പോൾ വൈദ്യുതി ലൈനുകൾ ചിലപ്പോൾ ഒരുപക്ഷെ മറ്റ് സ്കൂളുകളിലും ഇത്തരം വൈദ്യുതി ലൈനുകൾ സ്കൂളുകൾ കെട്ടിടത്തിനുള്ളിലൂടെ കടന്നു പോകും. പക്ഷേ സുരക്ഷാ മാനദണ്ഡത്തിൻ്റെ പേരിൽ വൈദ്യുതി ബോർഡിൽ തന്നെ വളരെ കൃത്യമായി മാനദണ്ഡമുണ്ട്. സ്കൂൾ പ്രിമൈസസിലൂടെ ഒരു തരത്തിലും വൈദ്യുതി ലൈനുകൾ പോകാൻ പാടില്ല എന്ന്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഇനി സ്കൂളുകളിലുണ്ടെങ്കിൽ അത് സ്വകാര്യ സ്കൂളുകളിലോ മാനേജ്മെൻറ്റ് സ്കൂളുകളിലോ എയ്ഡഡ് സ്കൂളുകളിലോ അതല്ലെങ്കിൽ പൊതു വിദ്യാലയങ്ങളിലോ ഉണ്ടെങ്കിൽ പരിശോധിക്കും, അന്വേഷിക്കും. അത് മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളായിരിക്കും ഒരുപക്ഷെ അടുത്ത 24 മണിക്കൂറിൽ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ക്രിയാത്മകമായി ചെയ്തു പോയാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഫലവത്തായിട്ടുള്ള ഒരു ലക്ഷ്യം. നേരത്തെ സംസാരിക്കുമ്പോൾ അനിൽ ബോസ് പറയാണ് സർക്കാരിന്റെ ആത്മാർത്ഥത പ്രശ്നമുണ്ട്, പ്രതികരണങ്ങളിൽ പോലും ആത്മാർത്ഥതയില്ല, വർത്തമാനം പറയുന്നതിൽ പോലും ആത്മാർത്ഥതയില്ല, മറ്റ് പല സംഗതികളെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ്. ഇന്നിപ്പോൾ കേൾക്കുന്ന ഒരു കാര്യം, ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണല്ലോ ജെ ചിഞ്ചുറാണി, അവർ ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ കൊണ്ട് പൊതു സദസ്സിൽ കുട്ടികളാവുമ്പോൾ സൂക്ഷ്മത പാലിക്കണം, എവിടെ വെള്ളം കണ്ടാലും ഇറങ്ങുന്നത് കുട്ടികളുടെ ശീലമായിരിക്കുന്നു, അവർ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, നിർഭാഗ്യകരമാണെന്ന്. എന്നിട്ട് മന്ത്രി ഒരു സ്കൂളിലെ സുംബ ഡാൻസിൽ പങ്കെടുത്തുകൊണ്ട് നൃത്തം വയ്ക്കുകയാണ്. അപ്പോൾ നോക്കൂ, നമ്മുടെ കേരള മനസ്സാക്ഷിയെ ആകെ വേദനിപ്പിച്ച ഒരു സംഭവം നടക്കുന്ന ദിവസം ഇതൊന്നും മന്ത്രി അറിഞ്ഞിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? സമാനമായ സംഗതികൾ നമ്മൾ വേറെയും നമ്മുടെ ഓർമ്മയിലുണ്ട്. സർക്കാരിന് ഇത്തരം കാര്യങ്ങളെ, അപ്പം ബിന്ദുവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നു, അതിനോട് സ്വീകരിച്ച സമീപനം, അതിനുശേഷം മുഖ്യമന്ത്രി എടുത്ത സമീപനം, ഇതൊക്കെ പറയുകയാണ്. അപ്പോൾ ആവർത്തിച്ച് സർക്കാരിൻ്റെ സമീപന പ്രശ്നം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെട്ടു വരുന്നുണ്ടോ ഹസ്കർ? ഞാൻ വളരെ ഗൗരവപരമായി മെഡിക്കൽ കോളേജിലെ കെട്ടിടം തള്ളിയിട്ടത്, ഒരു മെഡിക്കൽ കോളേജിൽ ഒരു കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തള്ളിയിട്ട് മരണത്തിന്റെ കാരണക്കാരൻ ചാണ്ടിയുമ്മനാണെന്ന് പറയുന്ന ആളുകളുടെ ആളായി ഹസ്കർ. മനസ്സിലായില്ലേ? ഹസ്കർ അങ്ങനെ ചെയ്തെന്നല്ല പറയുന്നത്, ഹസ്കർ ന്യായീകരിക്കുന്ന ആളുകൾ. ആ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ മരിച്ചപ്പോൾ ആ കെട്ടിടം തള്ളിയിട്ട് ആ സ്ത്രീ മരിക്കാൻ കാരണക്കാരൻ ചാണ്ടിയുമ്മൻ, അതുകൊണ്ട് ചാണ്ടിയുമ്മനെതിരെ കേസെടുക്കണമെന്ന് പറയുന്ന ആളുകളാണ്. ഇവിടെ ആ സമരത്തിന് ഇന്ന് ഈ ദുഃഖസാന്ദ്രമായ സാഹചര്യം ഉണ്ടായപ്പം അതിന് മുന്നിൽ സമരം ചെയ്തെത്തിയിട്ടുള്ള നാട്ടുകാരുണ്ട്, പല പാർട്ടിക്കാർ, പല സമുദായക്കാർ, രോഷാകുലരായി വന്നവർ. അവർക്കെതിരെ കേസെടുക്കാനും അവരെല്ലാവരും കൂടിയാണ് ഈ ലൈൻ താത്തു പിടിച്ചതെന്ന് ഇവരെപ്പോൾ പറയുമെന്ന് മാത്രമേ ഇനി നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമുള്ളൂ. അല്പം നീതിബോധം, അല്പം മനസാക്ഷി, അല്പം കരുണ പൊതുസമൂഹത്തോട് ഉണ്ടാകണം. നമ്മൾ ഏത് പാർട്ടിയുമാകട്ടെ
എന്ത് യുക്തിരഹിതം അല്ല നിഷാദ്, ഇതില് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ നൂറുകണക്കിന് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ചാണ്ടിയുമ്മനാണോ കോട്ടയം മെഡിക്കൽ കോളേജ് അനിൽ ബോസ് പോയിന്റ് ഉന്നയിച്ചു ശ്രീ ഹസ്കർ. അല്ല അല്ല നമ്മള് അൽബോസ് ഇതിൽ കാണേണ്ടത് അല്ല അൽബോസ് ഇതിൽ നിഷാദ് ഇതിൽ കാണേണ്ടത് ഇപ്പോൾ ഒരു മരണം അല്ല, നിങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മരണം നടന്നാൽ ആ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരിമിതി. മരണങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ആ അപകടങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കും. ഇതിൽ കൃത്യമായി മലയാളത്തിൽ മുഴുവൻ അതല്ല, എത്ര ഉദാഹരണങ്ങൾ. നിലമ്പൂരിൽ പന്നിക്കണിയിൽ നിലമ്പൂർ പിന്നീട് അത് പരിശോധിക്കുമ്പോൾ അവിടെ ഒരാൾ മരണപ്പെട്ടു ചെയ്താൽ അത് ചൂണ്ടിക്കാണിച്ചാൽ എങ്ങനെയാ രാഷ്ട്രീയമാകുന്നത്? അതെങ്ങനെയാ രാഷ്ട്രീയമാകുന്നത്? ഒരു സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി പറയാണ് അവിടെ ഓടിയെത്തുന്ന ഒരു MLA പറയാണ് അന്വേഷിക്കണം, കണ്ടെത്തണം. ആയിക്കോട്ടെ, ഞാനൊരു 3 ഉദാഹരണം പറയാം. എന്നിട്ട് അന്വേഷിക്കുമ്പോൾ ബിന്ദു എന്ന് പറയുന്ന ഒരാളുടെ ബോഡി കിട്ടുക. സമീപകാലത്തെ 3 അല്ല അൽബോസ് ഒരു നിമിഷം, സമീപകാലത്തെ 3 ഉദാഹരണം പറയാം. സ്കൂളിൽ സമീപകാലത്തെ 3 ഉദാഹരണം പറയാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു നിമിഷം. ശരി, സമീപകാലത്തെ 3 ഉദാഹരണങ്ങൾ പറയണം അദ്ദേഹത്തിന്. സമീപകാലത്തെ ഞാൻ ഈ വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം പറയുന്നത്, ഇതിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ചില വലതുപക്ഷ മാധ്യമങ്ങളും ഏതോ PR ഏജൻസിയുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. ഒരു നിമിഷം ഞാൻ പറഞ്ഞോട്ടെ, 3 കാര്യങ്ങൾ പറയാം, 3 ഉദാഹരണങ്ങൾ പറയാം. അല്ല, ഇതിൽ നിങ്ങൾ ഈ മരണങ്ങളെ, അപകട മരണങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നു. ഒരു മന്ത്രി, ഒറ്റ ചോദ്യം, ലഘുവായ ഒരു ചോദ്യം, എല്ലാ ബഹുമാനത്തോടും കൂടി ഒരു ചോദ്യം. അത് യാഥാർത്ഥ്യം നമുക്ക് പരിശോധിക്കാം. സഹകരണ വകുപ്പ് മന്ത്രി നിൽക്കുന്ന സ്ഥലത്ത് വെച്ച്, അല്ല ഞാൻ ഒരു സെക്കൻഡ് പറയട്ടെ, അവിടെ ഇനി അന്വേഷിക്കേണ്ട, അവിടെ കുഴപ്പമൊന്നുമില്ല, ആരും അപകടത്തിൽപ്പെട്ടില്ല എന്നൊരു മന്ത്രി പറയുകയാണ്. വേറൊരു ജനപ്രതിനിധി വന്ന് അത് ചൂണ്ടിക്കാണിച്ച് അവിടെ അങ്ങനെ പറഞ്ഞാൽ അത് രാഷ്ട്രീയമുണ്ടോ എന്നാണ് താങ്കളുടെ ചോദ്യം. അസ്കറിന് മറുപടി കഴിഞ്ഞാൽ കൊലപാതകയാണെന്ന് ആരോപിച്ച് കേസെടുക്കണമെന്ന് പ്രസംഗിക്കുന്ന നേതാക്കളെ പോലെ നിങ്ങൾ ഇവിടെ ഒന്ന് ന്യായീകരിക്കരുതെന്നാ പറഞ്ഞത്. നിങ്ങൾ ഈ ചർച്ചയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന വളരെ കൃത്യമായ കാര്യം, ഈ വിഷയത്തെ നിങ്ങൾ രാഷ്ട്രീയമായി പ്രൊട്ടക്ട് ചെയ്യാൻ ഈ ചർച്ചയിൽ വളരെ നിഷാദ് ഇതിൽ കാണേണ്ടത് 3 വർത്തമാനകാല സംഭവങ്ങൾ പരിശോധിക്കുക. നിലമ്പൂരിൽ പന്നിക്കിണിയിൽ അപകടത്തിൽ മരിച്ച ഒരു കുട്ടി മരിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം കാണുന്നു. 2, കോട്ടയത്ത് ബിന്ദു എന്ന് പറഞ്ഞ ഒരു വീട്ടമ്മ കെട്ടിടം പൊളിഞ്ഞു വീണ് അപകടത്തിൽ മരിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം കാണുന്നു. 3, ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള തേവലക്കര സ്കൂളിലെ ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിശ്ചയമായും ഇത് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നതിന് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ഗൗരവതരമായിട്ടുള്ള PR വർക്ക് ഇക്കാര്യത്തിൽ നടക്കുന്നു. അതൊരു ഗൂഢാലോചനയാണ് എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുത പറയുമ്പോൾ കോൺഗ്രസിനൊക്കെ കേരളത്തിൽ ഇരിക്കുന്ന സർക്കാർ കോൺഗ്രസിന്റെ ആണെങ്കിൽ ഹസ്കറെ ഒറ്റ ചോദ്യം, കേരളം ഭരിക്കുന്നത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണെന്നിരിക്കട്ടെ, കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നതിരിക്കട്ടെ, താങ്കളുടെ നിലപാട് എന്തായിരിക്കും വിഷയത്തിൽ? ഈ വിഷയം താങ്കൾ മിണ്ടാതിരിക്കുമോ? താങ്കൾ നിശബ്ദത പാലിക്കുമോ? അത് കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ട്, ആദരവ് കൊണ്ട് CPM ഇവിടെ ഞങ്ങൾ പൊളിറ്റിക്സ് അല്ല പറയുന്നത്, റിയാലിറ്റിയാണ്. ഞങ്ങൾ റിയാലിറ്റിയാണെന്ന് സംസാരിക്കുന്നത്. കെട്ടിടം ഇടിഞ്ഞ് വീണ് ബിന്ദു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്ന മിഥുൻ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ, കറണ്ട് അടിച്ച് മരിച്ചിട്ടുണ്ടോ ഇല്ലയോ, അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? പ്രതിപക്ഷത്തിന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അത് പ്രതിപക്ഷമല്ലെന്നേ ഞാൻ ചോദിക്കുന്നത്. ബിന്ദു കെട്ടിടം തകർന്നു വീണ് മരണപ്പെട്ടിട്ടുണ്ടോ? കറണ്ട് അടിച്ച് മിഥുൻ എന്ന് പറയുന്ന 15 വയസ്സുകാരൻ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടോ? ശരി. അപ്പൊ അതിനകത്ത് സർക്കാർ
ഇദ്ദേഹത്തിന്റെ ശരി ഭാസ്കറിന്റെ മറുപടി അല്ല ശ്രീ സെയ്ദു പാലത്തറയിൽ ഞാൻ സെയ്ദു പാലത്തറയിൽ താങ്കൾ ഈ മരണം ഉണ്ടായതിനു ശേഷം ആ പ്രദേശത്ത് പോയിരുന്നു, അവരുടെ വീട്ടിൽ പോയിരുന്നു, എന്താണ് അവിടുത്തെ ഒരു പൊതുവായ സ്ഥിതി, ആളുകളുടെ ഒരു പൊതുവായ ഫീലിംഗ്, ആളുകളുടെ ഒരു ശരി 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 എന്താണ് അവിടുത്തെ നാട്ടുകാരുടെ ഒരു പ്രതികരണം എന്താണ്? അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ഈ മരണത്തെ സംഭവിച്ച ഒരു വാക്ക് പോലും പറയാതെ, ഈ മരണം നടന്നതിനെ കുറിച്ച് പറയാതെ കണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ കണ്ട് അദ്ദേഹം പറയുന്നത് എന്താ, സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരുടെ ഭാഗത്താണ് ഇതിന്റെ വീഴ്ച എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പറഞ്ഞു സോഷ്യൽ മീഡിയകളും ചില വലതുപക്ഷ കക്ഷികളും ഒക്കെയാണ്. അങ്ങനെ ആരെങ്കിലും ഇതിനു വേണ്ടി ശ്രമിക്കുമോ? ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു ആരോഗ്യ മേഖലയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളിൽ അതിന്റെ ഗൗരവം മാറ്റിവെച്ചുകൊണ്ട് അതിനെ രാഷ്ട്രീയവൽക്കരിക്കുക, അതിനെ ആരെ ന്യായീകരിക്കാൻ കഴിയുക, അത്തരത്തിലേക്ക് പോകുന്ന ഈ നിലപാടിനെ നമുക്ക് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് വിഷയമാണെന്നുള്ളതിനെക്കുറിച്ചും ആ വിഷയം ചർച്ച ചെയ്യാതെ കണ്ട് മറ്റു മേഖലയിലേക്ക് കടന്നു പോവുകയാണ് നമ്മൾ. യഥാർത്ഥം ഇതൊരു മരണം നടന്നു, ആ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു. ഇപ്പം എന്താ പറഞ്ഞത്? സമഗ്രമായ അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉത്തരവിട്ടു, KSEB ഉത്തരവിട്ടു, എല്ലാ മന്ത്രിമാരും വന്ന് ഉത്തരവിട്ടു. ഈ ഉത്തരവിടാൻ വേണ്ടി പോകുമ്പോഴേക്കും ഈ നേരത്തെ പറഞ്ഞ ആളുകൾ ഈ മരണത്തെ അപലപിക്കാതെ കണ്ട് സ്കൂളിന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് പറഞ്ഞ ആളുകൾ ഇതിന്റെ പുറകെ നിൽക്കുക. എന്ത് നീതി കിട്ടും? ആർക്ക് കിട്ടും? അതുകൊണ്ട് നടന്ന സംഭവങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ വിഷയത്തിലും ഇവരെടുക്കുന്ന നിലപാടുകൾ ആരാണോ അവർക്ക് അനുകൂലമായ നിലപാടുകളിലേ എടുക്കത്തുള്ളൂ. അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് നഷ്ടപ്പെട്ട, നേരത്തെ വളരെ സൂചിപ്പിച്ചതുപോലെ മിഥുൻ മരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? അതിനെ ഒന്ന് അംഗീകരിക്കാനുള്ള മനസ്സ് വേണ്ടേ? ശരി, അതിൽ വീഴ്ച ആരുടെ പക്ഷത്താണ് എന്നത് മുഖം നോക്കാതെ പരിശോധിച്ച് മനസ്സിലാക്കാനും ശരിയായ നടപടിയെടുത്ത് മുന്നോട്ട് പോകാനും സർക്കാരിന് കഴിയുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്ന നിർഭാഗ്യകരമായ സംഭവത്തിൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അത് മാത്രമാണ്. ഞാനൊന്ന് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സീം. താങ്ക് യു ശ്രീ സെയ്ദ് പാലത്തറയിൽ, അഡ്വക്കേറ്റ് അനിൽ ബോസ്, BN ഹസ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ പങ്കുവച്ചതിന് ഒരു ഇടവേള.